എല്ലാ പ്രിയപ്പെട്ട ചങ്കുകൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല ട്രക്കിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളും ടൈഗർ റിസർവ് ആണ് ഉണ്ടായിരുന്നത്. അതെന്താ ഇത്രയും നാളും എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴതല്ലേ? അതെ, ഇപ്പോഴും അതന്നെയാണ്, പേടിക്കാൻ വേണ്ട കേട്ടോ. ഇപ്പോഴും അതന്നെ സംഭവം. ഓക്കെ, നമ്മളിത് അങ്ങോട്ട് നടക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഇതാ മലയണ്ണാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ മലയണ്ണാനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ മലയണ്ണാൻ എന്തോ കായ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിൻ്റെ പാലമരത്തിൻ്റെ ഒരു കായറ്റാണ് കേട്ടോ. ആളതിൻ്റെ കുരു എന്തോ തിന്നാണ്. കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് ഒരു സിംഹവാലം കുരങ്ങിരിക്കണ്, ഒരു കരിങ്കുരങ്ങ്. എന്താ അവസ്ഥ അല്ലേ? ഇതൊക്കെ പണ്ട് നമ്മളെ കാണുമ്പോൾ ഓടിക്കഴിച്ചിലായിരുന്ന സംഭവങ്ങളാണ്. ഇപ്പം കണ്ടില്ല, ഒരു മൈൻഡും ഇല്ലാതിരുന്ന് ചൊറിയണില്ലേ, നമ്മളാക്കിങ്ങാണ്ടുള്ളൊരു ചൊറിച്ചിൽ. ഈ നടക്കുന്ന റോഡാണെങ്കിലും സംഗതി പെരിയാർ റിസർവിൻ്റെ അകത്തുള്ള റോഡാണ് കേട്ടോ. വീട്ടിലേക്ക് കയറി കണ്ട് നമ്മളിതാ ഇതിൻ്റെ അകത്ത് കൂടെ മോളിൽ കണ്ട് കയറാനുള്ളതാണ്. പബ്ലിക്കിനൊന്നും ഇങ്ങോട്ട് പിന്നെ എൻട്രൻസ് ഇല്ലാന്ന് അറിയില്ലേ. ഇത് ഗവിയിലേക്ക് പോകുന്ന ഒരു വഴിയും കൂടിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറുക. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് മെനക്കെടാണ്. അപ്പോൾ കുറേശ്ശെ കയറിയിട്ട് കുറേശ്ശെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ ഈ മല, അതിനോട് വളരെയധികം നീതി പുലർത്തുന്നൊരു മല കേട്ടോ, മാനംമുട്ടി മല. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകൾക്ക് ഒരു മല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വേറൊരു മല, അങ്ങനെ നമ്മൾ ചിലപ്പോൾ വിചാരിച്ചു കാണും. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിക്കട്ടെ എന്ന്. ഏതായാലും നമ്മൾ കയറാനുള്ളതല്ലേ, കയറിയല്ലേ പറ്റുമോ. നമ്മളവിടെ കയറി കഴിയുമ്പോഴേ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് പുൽമേടുകൾ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച സ്ഥലമാണ് കേട്ടോ. കരടി ഏറ്റവും കൂടുതലുണ്ടാകുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ കരടി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടൊന്ന് കയറി ഇറങ്ങി തരാം, നല്ലതായിട്ട് ആസ്വദിച്ച് തരാം. എങ്ങനെയുണ്ട്? നമ്മളിത് അപ്പോൾ അടുത്ത മലൻ്റെ മുകളിലേക്കാണുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഏകദേശം പകുതിയോളം എത്തിക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരുപാട് കാഴ്ച, നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. വളരെ നാച്ചുറലായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഒരു ഭാഗത്ത് വെയിൽ, ഒരു ഭാഗത്ത് മേഘങ്ങൾ, തണൽ, അല്ലേ? എന്താ അതിൻ്റെ ഒരു കാഴ്ച. പുറത്തെ ഒരു മലമ്മൽ ഇതിൻ്റെ കരടി എന്തോ ആണ് കേട്ടോ. അപ്പോൾ എന്തോ അവിടെ തപ്പി നടക്കുകയാണ് ആൾ. എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ കരടിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് കാണാൻ പറ്റുമോ നോക്കിയാലോ. എന്തായാലും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിനൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഏതാല്ലേ ഈ കാഴ്ചകളൊക്കെ, എന്താ രസം! ആഹാ, എത്ര മനോഹരാഴ്ചല്ലേ മുട്ടക്കുന്നുകളാണ്. മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നിന്ന്. ഈ മലൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ മലൻ്റെ മുകളിലുള്ള മൃഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആന, പുലി, കടുവ, അങ്ങനത്തെ ഉള്ളതൊക്കെ കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റും. അങ്ങനത്തെ സംഭവങ്ങളാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ആസ്വദിക്കാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ശ്വാസം വലിച്ചിടണം. ഏതാ പൊളി സ്ഥലമല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കരടിനെ കണ്ടിട്ടാ. നമ്മളെ സൗണ്ട് കേട്ടപ്പോഴേ ആളിങ്ങനെ തല പുറത്തേക്ക് ഇട്ട് നോക്കിയതാണ്. നമ്മളന്ന് കണ്ടപ്പോഴേ നേരെ ഉള്ളിലേക്ക് നെയ്സിൽ വലിഞ്ഞിരിക്കണ്, ഉള്ളിലേക്ക് പതുങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു പുൽമേടുണ്ടല്ലോ, പുല്ലിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പതുങ്ങി കിടക്കുന്നുണ്ടാവും ആളവിടെ. അപ്പോൾ ആ
പുൽമേടിൻ്റെ ഉള്ളിൽ അടുത്ത് കൂടെ പോകുമ്പോൾ എന്തായാലും ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുക. ഈ കരടി നമ്മളെ ആക്രമിക്കുന്നത് അത് പേടിച്ചിട്ടാണ്. അതായത് അതിൻ്റെ ജീവനെ പേടിച്ചിട്ടാണ് നമ്മളെ ആക്രമിക്കുന്നത്. അതായത് കരടി ഒന്ന് കൈ ആങ്ങി ഓങ്ങിയൊന്ന് വീശിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തിൻ്റെ അകത്ത് നമ്മളെ 1.5 കിലോ ഇറച്ചിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. ഏതാ കാഴ്ച, വാട്ട് എ ബ്യൂട്ടി. ഇവിടെ നമുക്ക് ആനനൊക്കെ കാണാൻ പറ്റുന്ന അടുത്ത മലൻ്റെ മുകളിലുള്ള ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ എന്തോ ഒരു രസത്തിൽ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ യാത്ര തുടരുന്നു പോവല്ലേ. ഞാൻ പറഞ്ഞില്ല മക്കളെ, ഇതുപോലെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ല നിങ്ങളെ ലൈഫിൽ ഏറ്റവും നല്ല സമയം. ഈ കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഈ കാട്ടാനനെ മാത്രമല്ല കാട്ടുമൃഗം എന്ന് പറഞ്ഞത്, കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ അതിന് മൃഗം തന്നെയാണ്. ഈ പ്രകൃതി അത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഗുഡൻസ് എന്താണെന്ന് ഇവിടെ എത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ യാത്ര ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഗുഡൻസ് ഉണ്ടല്ല, അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. ഇത്രയും മനോഹരമായൊരു സ്ഥലം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുക പറയുമ്പോൾ അതന്നല്ലേ. നമ്മുടെ അടുത്ത് ഈ യാത്രക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്കിത് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ ഉള്ള പൈസ കൊണ്ട് ഉള്ള സമയം കൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുക, അടിച്ചു പൊളിക്കുക. എൻ്റെ പൊന്നാര മക്കളെ, ഇതാ വന്ന് മുതലിത് വന്ന് ആഹാ അവിടെ കിടക്കണതാ ആള് നമ്മളെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കണ്ട പാട് ആള് നൈസായിട്ട് സ്കൂട്ടാവും, അത് ഉറപ്പാണ്. കണ്ട അത് സ്കൂട്ടായി. അപ്പം അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലോ, അത് അപ്പുറത്തെ മലൻ്റെ പുറത്താണെന്ന് പറഞ്ഞത്. ആ മലൻ്റെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ നോക്കട്ടെ, അത് നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതിനെ കാണുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലോ പൊന്നാര ചങ്ങായിമാരെ. നിങ്ങൾ എന്തപ്പം ഞാൻ പറയാം നിങ്ങളോട്, ആ ലൈക്ക് ബട്ടനൊക്കെ ഞാൻ അടിച്ച് പൊട്ടിച്ചാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഉണ്ട് ചെയ്താൽ അങ്ങോട്ട് വൈറലാക്കി കളിങ്ങൾ എന്നും പറയാല്ല. ഏതായാലും പെരിയാർ വന്നു കണ്ട് നമുക്കൊരു കടുവനെ കാണാൻ പറ്റിയല്ല. പൊളിച്ച് മക്കളെ പൊളിച്ച്. കാട്ടിൽ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് മൃഗങ്ങളെ ആക്രമിക്കൂല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കണ്ടത് ഈ കടുവ ഓടിപ്പോയത്. ഈ കടുവയും പുലിയൊക്കെ നമ്മളെ കാണുമ്പോൾ അതിനൊരു പേടി ഉണ്ടാവില്ലേ, അതുകൊണ്ടുള്ളൊരു ഓട്ടപ്പാച്ചിലാണത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പം കണ്ടത് ഏകദേശം 4 വയസ്സ് പ്രായമുള്ള ഐശ്വര്യനാണ് കേട്ടോ. ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു കടുവനെയാണ് നമ്മളിപ്പോൾ ഏകദേശം കണ്ടിട്ടുള്ളത്, 4 വയസ്സ് പ്രായമുള്ള. അപ്പോൾ നമുക്ക് ഐശ്വര്യനെ കാണാൻ പറ്റിയില്ലേ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഒരു മിടുക്കൊണ്ടൊന്നല്ല, നമുക്ക് ഇത് കാണാനുള്ളൊരു വിധി ഉണ്ടെന്ന് വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഏകദേശം 10 മിനിറ്റ് മുന്നേ കയറി കഴിഞ്ഞാലോ 10 മിനിറ്റ് ശേഷം കയറി കഴിഞ്ഞാലോ ഇത് ഐശ്വര്യനെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കയറിയ സമയം ഐശ്വര്യ കയറിയ സമയം ഏകദേശം ഒരു ലിങ്കിങ് ഉണ്ട്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്കൊരു ഐശ്വര്യനെ കാണാൻ പറ്റി, അത്ര തന്നെ. ആ ഒരു കണക്കൂട്ടലാണ് മതി. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പം കാലത്ത് രാവിലെ 6:30 ഏകദേശം ട്രക്കിങ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ യാത്ര. ഫുള്ള് അടച്ചിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. എന്താ അല്ലേ, അടച്ചിട്ടുള്ള വണ്ടിയിൽ യാത്ര ചെയ്യുക. ഈ ഫ്രണ്ടിൽ ഈ തലക്കിരിക്കുന്നവർക്ക് മാത്രം കാഴ്ചകൾ കാണാൻ പറ്റുക. കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക സംഭവമാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് നമ്മളെ ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു ഫോട്ടോ പോലും മൃഗങ്ങളെ കണ്ടുകഴിഞ്ഞ് എടുക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ ഈ തലക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക. ഏതാ കാഴ്ചകളൊക്കെ അല്ലേ. ഒരു രക്ഷയില്ല. രാവിലെ തന്നെ ഉള്ള കാഴ്ചകൾ, ഈ കാട്ടിൽ കൂടെയുള്ള ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്ര, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അത്
എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. രാവിലെ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. ഒരു പൊളി വൈബ് തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം 4 മൈൽ എന്നുള്ള സ്ഥലത്താണ് കേട്ടത്. 4 മൈൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫോറസ്റ്റ് ഏരിയ ചെക്ക് പോസ്റ്റാണിത്. അപ്പോൾ ഇവിടെ വേട്ടക്കാരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെക്ക് പോസ്റ്റ് അടുക്കുന്നതൊക്കെ കെട്ടിട്ടുള്ളത്. ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ കിടക്കണില്ലേ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത കിണ്ടൽ സാധനം അതാ. അതിൻ്റെ മസിൽസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ആ എടുത്ത് കുലുക്കൽ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നമ്മൾ ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ വരെ എടുത്തിട്ട് തെറിപ്പിക്കും. അങ്ങനത്തെ തെറിപ്പിക്കല്ല. നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റൂല. ഏത് ഉറവും പുലിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതിനെ അറ്റാക്കിങ് ഒന്നും നടക്കൂല. ഇതിനെ പതുങ്ങിയിരുന്നിട്ട് പിടിക്കലേ പറ്റുള്ളൂ. ഏത് മനസ്സിലായില്ലേ? ഈ ഒരു പ്രൗഢിയിൽ അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ, ബുദ്ധി കളിച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് പെരുമാറും. നമ്മളിങ്ങനെ നൈസായിട്ട് ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാട്ടുകൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുക. അതല്ല നല്ലത്. എന്നാ ആയിക്കോട്ടെ. കാട്ടിലൂടെയുള്ള യാത്ര അല്ലേ, അതൊരു സംഭവം തന്നെ. ഈ രാവിലെ തന്നെ കാഴ്ചകൾ കണ്ട് ചെറിയ ഇളം വെയിലിൽ ഇങ്ങനെ ചെറുതായിട്ട് കോടമഞ്ഞിലൊക്കെ അതിങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് ഒരു യാത്ര. ആ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര അനുഭൂതി തന്നെ ലഭിക്കും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതൊക്കെ നമുക്ക് സന്തോഷം തന്നെ നൽകുന്ന ഒരു യാത്ര ആയിരിക്കും. ഓരോ യാത്ര നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഏകദേശം നമ്മളിതാ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ നിർത്തും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട്, മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് ഇവിടെ നല്ല ആനിമൽസിനും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ കണ്ട് ആസ്വദിച്ചിട്ട് ഒരു യാത്ര പോവാന്നുള്ള ലെവലാണ്. അപ്പോൾ ഏതാ യാത്ര അല്ലേ നമ്മളെ, പൊളിയല്ലേ ഇങ്ങനെ സംഭവം തന്നെ. അപ്പോൾ നമ്മളിത് ഏകദേശം ഇവിടെ ഇറങ്ങുകയാണ്. ഇവരെ പാലത്തിന്മ ആളിറക്കിയിട്ട് വണ്ടി അപ്പുറത്തേക്ക് പോകും. അങ്ങോട്ട് അപ്പുറത്ത് പോയിട്ട് നമ്മൾ വീണ്ടും വണ്ടി കയറിയിരുന്നിട്ട് യാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ ചെന്നിട്ട് നമ്മൾ യാത്ര അവസാനിക്കും കേട്ടോ. അപ്പോൾ ഈ യാത്രയിലെ കാഴ്ചകളും മനോഹരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കണ്ട് ആസ്വദിച്ച് യാത്ര തുടങ്ങാം. എന്തോണ്ടേ ഇരിക്കണ ഒരുത്തന് ഒരു കൂസലും ഇല്ലാതെ, ഏതോ ഒരു മൈൻഡും ഇല്ല. ഇവനെ കൊണ്ടൊക്കെ എന്തല്ല. എന്താ ഇപ്പം പറയാന്. കാട്ടിലെ പക്ഷികളും മൃഗങ്ങളൊക്കെ കാടിൻ്റെ അധിപന്മാരാണല്ലോ. അപ്പം നമ്മളാണിപ്പോൾ കാട്ടിൽ അതിക്രമിച്ച് വന്നവർ. എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ പോവുകയാണ്. കണ്ട മലയണ്ണാനും അന്ന് കിടക്കണണ്ടില്ലേ, ഏതോ ഒരു കായം തിന്ന് കിടക്കുകയാണ്. ഒന്നല്ലട്ടെ, 2 ഉണ്ട്. 2 അവിടെ തൂങ്ങി കിടക്കുകയാണ്. ആ കായ തിന്നതിന് ഏത് ഭംഗി വേറെ തന്നെ കേട്ടാ. എന്താല്ലേ ആ കാഴ്ചകളൊക്കെ. ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് അണ്ണാനെ വരെയൊക്കെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയണ്ണാനെ കാണാൻ പറ്റും. അതന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ്. തൂങ്ങിക്കിടന്ന് തിന്നണണ്ടില്ലേ, ഏതാ വൈബില്ലേ, ഒരു രക്ഷയല്ലേ മക്കളെ, പൊളി. അപ്പോൾ ചങ്കള, നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ നെക്കാളിലും കുത്താളിലൊക്കെ നെക്കിക്കാണ്ടിട്ടാ, മനസ്സിലായില്ലേ? ആ ലൈക്ക് അടിക്കാളിലൊക്കെ ലൈക്ക് ആക്കിക്കളി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്താലേ ഇതൊന്നും ഇനി പറഞ്ഞുതരാതെ ആളുണ്ടാവില്ല. അതാണ് വേറെ കാര്യം. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇവിടെയാണ് നിർത്തുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട്
ഇനിയും കാണാമല്ല ഏത്. അപ്പോൾ വീണ്ടും നമ്മൾ വരുന്നവരെ ബായ്. കെടുത്തം കണ്ടില്ല പൊന്നാരൻ്റെ അബീബി, അവനത് കെടുത്തം കണ്ടില്ലേ. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് ചെയ്താൽ. ഇനി കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ വീഡിയോ നമ്മൾ ഏകദേശം ഇവിടെ നിർത്തുകയാണ്. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ചെയ്താൽ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഓക്കെ ബായ്, വണക്കം.